ഈ മലയാള സിനിമാ വിശേഷങ്ങൾ പരിശോധിച്ചാൽ മഴയത്തും മുമ്പേ എന്ന ചിത്രത്തിന് ശേഷം മമ്മൂട്ടി കോളേജ് അധ്യാപകന്റെ റോളിൽ എത്തുന്നു. അജയ് വാസുദേവ് സംവിധാനം ചെയ്യുന്ന സിനിമയിലാണ് മമ്മൂട്ടി അധ്യാപകനായി അഭിനയിക്കുന്നത്. കൊല്ലം ഫാത്തിമ കോളേജാണ് ലൊക്കേഷൻ. ആർപ്പ് വിളികളോടെ താരത്തെ കോളേജ് വിദ്യാർത്ഥികൾ സ്വീകരിച്ചു. ശേഷം മേക്കപ്പിനായി കാരവനിലേക്ക്. 17 വർഷങ്ങൾക്ക് മുമ്പാണ് മഴയത്ത് മുമ്പേ എന്ന സിനിമയിൽ കോളേജ് അധ്യാപകനായി മമ്മൂട്ടി അഭിനയിച്ചത്. പുതുമുഖ സംവിധായകനായ അജയ് വാസുദേവാണ് പുതിയ ചിത്രത്തിന്റെ സംവിധായകൻ. നമ്മൾ കോളേജ് പഠിച്ചിട്ട് കുറെ കാലമായി. പിന്നെ പുതിയ കാലാവസ്ഥകളാണല്ലോ കോളേജുകളിലൊക്കെ. അപ്പൊ അത് നമുക്ക് പക്ഷേ സിനിമയിൽ അറിയാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. കലാലയ രാഷ്ട്രീയം, കലാലയത്തിലെ പ്രശ്നങ്ങൾ, അധ്യാപകരും വിദ്യാർത്ഥികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൂടുതൽ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. പക്ഷെ അതൊന്നും ആയിരിക്കില്ല സിനിമയുടെ കഥ. സിനിമയുടെ കഥ അതിനേക്കാളും കുറച്ച് വ്യത്യസ്തമാണ്. എന്നാലും ഉണ്ട്. 35 വർഷങ്ങൾക്ക് മുമ്പ് മുകേഷ് നായകനായ ബലൂൺ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ കൊല്ലത്തെത്തിയതിന്റെ ഓർമ്മ മമ്മൂട്ടി പങ്കുവച്ചു. ബലൂൺ എന്ന് പറഞ്ഞിട്ട് മുകേഷ് നായകനായിട്ട് അഭിനയിച്ച പടം ഈ ഭാഗത്തൊക്കെ ഇവിടെ താമസിച്ച് ഷൂട്ട് ചെയ്തതാണ്. പിന്നെയും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മുടെ കുട്ടിസറാങ് കൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ താമസിച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എഡ്ഡി എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ഈ ക്യാമ്പസ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഇംഗ്ലീഷ് പ്രൊഫസറാണ്. ഭവാനി ദുർഗ എന്ന IPS ഓഫീസറായി വരലക്ഷ്മി ശരത് കുമാർ അഭിനയിക്കുന്ന ചിത്രത്തിൽ ഉണ്ണി മുകുന്ദനും പോലീസ് ഉദ്യോഗസ്ഥനായി എത്തുന്നു. 100 കോടി ക്ലബിൽ ഇടം പിടിച്ച പുലിമുരുകന് ശേഷം ഉദയ് കൃഷ്ണ തിരക്കഥ എഴുതുന്ന ചിത്രത്തിൽ മുകേഷ് ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്. മമ്മൂട്ടി ഇതിനകത്ത് ഒരു അധ്യാപകനായിട്ടാണ്, ഞാൻ വൈസ് പ്രിൻസിപ്പളായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് ഇതിനിടയ്ക്ക് കുടുംബ ബന്ധങ്ങളും അധ്യാപക വൃത്തിയും അവിടെ നടക്കുന്ന ഒരു കൊലപാതകവും അത് തെളിയിക്കുന്നതും ഒക്കെ ആയിട്ട് വളരെ ഒരു എന്റർടൈൻമെന്റ് വാല്യൂ കൂടുതലുള്ള ഒരു വലിയ ചിത്രമാണ്. കാര്യം നമുക്ക് അഭിനയിക്കുന്ന ഒരു 3-4 ഈ കൊല്ലം അഭിനയിക്കുന്ന 2-3 വലിയ ചിത്രങ്ങളിൽ ഒന്ന് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ചിത്രം തന്നെയാണിത്. സന്തോഷ് പണ്ഡിറ്റ് ആദ്യമായി മറ്റൊരു സംവിധായകന്റെ കീഴിൽ അഭിനയിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ക്യാമ്പസ് ചിത്രത്തിനുണ്ട്. മമ്മൂക്കയായിട്ടുള്ള ഒരു സിനിമ ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞാൻ വളരെ ത്രില്ലിലാണ്. ഇങ്ങനൊരു സിറ്റുവേഷൻ നമ്മൾ മുമ്പേ ഒരുപാട് സ്വപ്നം കണ്ടതാണ്. അതിന്റെ പ്രായോഗികമായിട്ടാണ് വരുന്നത്. തീർച്ചയായിട്ടും ഇനി ഒരുപാട് ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓണത്തിന് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയ്ക്ക് പേരിട്ടിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.